ലോകത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിലൊന്നായ ജെ അഡ്വാൻസ്ഡ് എക്സാമിൽ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണ് അങ്കമാലി സ്വദേശിയായ ഫെലിക്സ് പി മനോജ് നേടിയെടുത്തിരിക്കുന്നത്. വിശ്വജ്യോതി പബ്ലിക് സ്കൂളിൽ +1, +2 പഠനത്തിനൊപ്പം ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചിലൂടെയാണ് ഫെലിക്സ് ജെ അഡ്വാൻസ്ഡിനായി തയ്യാറെടുത്തത്. കൃത്യമായ പ്ലാനിങ്ങും കൺസിസ്റ്റൻ്റായ എഫേർട്ടും കൈമുതലാക്കിയ ഫെലിക്സ് ജെ അഡ്വാൻസ്ഡ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 2905 സ്വന്തമാക്കി. ഡോക്ടർമാരായ മനോജ് പി ജോസിൻ്റെയും സ്മിത കുന്നച്ചിൻ്റെയും മകനായ ഫെലിക്സ് സമർപ്പണവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും മറികടക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഫെലിക്സ് പി മനോജ് തൻ്റെ വിജയയാത്രയും പഠനാനുഭവങ്ങളും ഇനി പങ്കുവയ്ക്കുന്നു. ഹായ് ഗായ്സ്, 2026 ജെ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ വളരെ മികച്ചൊരു സ്കോർ നേടി കേരളത്തിലെ തന്നെ ടോപ്പേഴ്സിൽ തന്നെ ഇടം നേടിയിരിക്കുകയാണ് ഫെലിക്സ് പി മനോജ് എന്ന വിദ്യാർത്ഥി. സോ ഫെലിക്സ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഫെലിക്സിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനുണ്ട്. ഫെലിക്സ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? എൻ്റെ പേര് ഫെലിക്സ്. ഞാൻ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചിലാണ് കോഴ്സ് ചെയ്തത്. എൻ്റെ അച്ഛൻ്റെ പേര് മനോജ് പി ജോസ്, LF ഹോസ്പിറ്റലിൽ ഫിസിഷ്യനാണ്. എൻ്റെ മമ്മിയുടെ പേര് സ്മിത കുഞ്ഞച്ചൻ. മമ്മി MAGJ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് ചാൾസ് പി മനോജ്. ചേട്ടൻ BTech കഴിഞ്ഞു. ഇപ്പോൾ ജോലിക്ക് പ്ലേസ്മെൻ്റായി ഇരിക്കുകയാണ്. ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫെലിക്സ് ഓൺലൈനായിട്ടാണ് ഈ ഒരു എൻട്രൻസിൻ്റെ ആയിട്ടുള്ള കോച്ചിങ് നേടിയെടുത്തത് അല്ലേ? ഓക്കെ, അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന്. കാരണം പലരും പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഓൺലൈൻ കോഴ്സിലൂടെ ഈ ഒരു വിജയം നേടുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പലർക്കും ടാസ്ക് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സും കോഴ്സും കാര്യങ്ങളൊക്കെ? ഓൺലൈൻ ക്ലാസ്സസ് നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു ആക്ച്വലി. കാരണം ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്താൽ തന്നെ എനിക്ക് റെക്കോർഡഡ് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടായി. പിന്നെ നേട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പാരൻസ് ഒക്കെയാണ് ഏറ്റവും സപ്പോർട്ട്. പാരൻസും ചേട്ടനും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ. ഓക്കെ ഫെലിക്സ്, മറ്റൊരു ചോദ്യം. ഓൺലൈൻ ക്ലാസ് ഒരു വശത്ത്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ടോപ്പിക്സ് മറ്റൊരു വശത്ത്. ഇപ്പോൾ ഇത് രണ്ടിനും കൂടെ ഉള്ള സമയം എങ്ങനെയാണ് കിട്ടിയത്? അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ ബാച്ചിൽ ഞാൻ ബ്രില്യൻറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. സ്കൂളിന് വേണ്ടി ഇപ്പോൾ എക്സാമിന് വേണ്ടി എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യുക എന്നതല്ലാതെ ഞാൻ സ്കൂളിന് വേണ്ടി ഇരുന്ന് പഠിക്കുക ചെയ്തില്ല. കാരണം സെയിം ടോപ്പിക്കാണ്, എന്തായാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഞാൻ ബ്രില്യൻറ്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലും എനിക്ക് പ്രശ്നമില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റി, ബ്രില്യൻറ്റിൽ നന്നായി പോകാനും പറ്റി. ഓക്കെ ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻട്രാക്ഷൻസ്, അതായത് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് കാണുമല്ലോ, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മൊത്തം ഓൺലൈൻ മോഡിലൂടെ തന്നെയായിരിക്കും അല്ലേ? അവരാണ് നിരന്തരം ഓരോ അഡ്വൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓൺലൈൻ മോഡിലൂടെ തന്നെയുള്ള ഒരു ഇൻട്രാക്ഷൻ ക്ലാസ് ടീച്ചറായിട്ടുള്ള അതൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് റേണു മാം. മാം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് JEE മെയിൻസിന് തന്നെ അന്ന് നല്ല ടെൻഷൻ ഉണ്ടായി എനിക്ക്. അപ്പോൾ അന്നൊക്കെ മാം എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മാം സപ്പോർട്ടൊക്കെ നൽകുമായിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ച് നന്നായി പഠിക്കണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫിസിക്കലായിട്ട് അവിടെ കുറേ ലൈബ്രറി, റെഫറൻസ്, അങ്ങനെ കുറേ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള കുറേ സൗകര്യങ്ങൾ. പക്ഷേ ഓൺലൈൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഓഫ്ലൈൻ ഫിസിക്കൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് പരിശ്രമിച്ച ഓൺലൈനകത്തോടെ ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള എക്സാമ്പിളാണ് ഫെലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെലിക്സിൻ്റെ ഒരു സ്റ്റഡി പാറ്റേൺ എല്ലാ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു? ക്ലാസ് കഴിഞ്ഞും ബ്രില്യൻറ്റിൻ്റെയും ഒഴിച്ചുള്ള സമയങ്ങളിൽ ഞാൻ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യും. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലുള്ള ഏത് പ്രോഗ്രാമിലുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാലും എക്സാമിന് മുന്നേ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഫെസിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നൊരു കാര്യമാണ് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് അല്ലേ? അപ്പോൾ ഓൺലൈനായിട്ട് മോഡൽ എക്സാംസ് എഴുതിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതോ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ പോയി അറ്റൻഡ് ചെയ്തിരുന്നോ? JEE മെയിൻസിന് വേണ്ടി ഞാൻ ആദ്യത്തെ സെഷന് വേണ്ടി ഞാൻ ഓഫ്ലൈനിൽ ഇടയ്ക്കിടെ സെൻറ്ററുകളിൽ പോയി എഴുതുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ എക്സാം ആകുമ്പോൾ ഓൺലൈൻ റാങ്ക് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ബ്രില്യൻറ്റിൻ്റെ മിക്ക സ്റ്റുഡൻസും ഓഫ്ലൈൻ ആയതിനാൽ നമ്മൾ എവിടെയാണ് പൊസിഷൻ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടെ ഓഫ്ലൈനായി പോയി എഴുതായിരുന്നു.
പക്ഷേ അഡ്വാൻസ്ഡ് ആയപ്പോൾ അത് കുറച്ച് ടഫ് ആയതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് തന്നെ എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല എക്സാംസ് ആണ് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ്. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. എക്സാംസ് ആണെങ്കിൽ മോഡറേറ്റ്, ഈസി, ഹാർഡ് അങ്ങനെ എല്ലാ ലെവലുകളിലും എക്സാമുകൾ ഇട്ട് തരുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിലേക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സോ കൺഗ്രാജുലേഷൻസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.